പ്രിയപ്പെട്ട കൂട്ടുകാരെ, KMMHS സ്കൂൾ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠഭാഗമായ TV എന്ന പഠ്യകഥയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും ആ പാഠഭാഗം വളരെ അധികം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗം നമുക്ക് പഠിക്കാനുള്ളത് ഒരു പഠ്യകഥയാണ്. ആ പഠ്യകഥയുടെ പേര് TV എന്നാണ്. TVക്കും അതിൻ്റേതായ ചരിത്രമുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മൾ കാണുന്ന അതിനൂതനമായ TV വരെ എത്തിയിരിക്കുന്നു ആ കഥ. ആ പഠ്യകഥയെക്കുറിച്ച് TV ഇല്ലാത്ത നാടുകളിൽ നിന്ന് TV കാണാനുള്ള ഉത്സാഹത്തോടുകൂടി മറ്റു ഗ്രാമങ്ങളിലേക്ക് പോയിരുന്ന 3 കുട്ടികൾ. ആ കുട്ടികളിലൂടെ വരുൺ ഗ്രോവർ എന്ന എഴുത്തുകാരൻ നമുക്ക് ഒരു പഠ്യകഥ പരിചയപ്പെടുത്തി തരികയാണ്. അദ്ദേഹം ജനിച്ചത് 26 जनवरी 1980 को 1980 जनवरी 26 हिमाचल प्रदेश के सुंदर नगर में जन्म. ഹിമാചൽ പ്രദേശിലെ സുന്ദർ നഗർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹിന്ദി ഫിലിം മേഖലയിൽ പഠ്യകഥാകാർ, തിരക്കഥാകൃത്ത്, ഗീതകാർ, ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ സംഗീതം നൽകുന്ന ആൾ, നിർദ്ദേശക് എന്ന് പറഞ്ഞാൽ നിർമ്മാതാവ് എന്നീ രൂപത്തിൽ മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനാണ്. അപ്പോൾ അരുൺ ഗ്രോവറിൻ്റെ TV എന്ന പഠ്യകഥയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. TV എന്ന പഠ്യകഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠ്യകഥ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ സ്ഥലവും സമയവും എഴുതേണ്ടതുണ്ട്. അതിനുശേഷം സീനും, അതിനുശേഷം കോൺവെർസേഷനും. ഇങ്ങനെയാണ് പഠ്യകഥയുടെ ഒരു രൂപം വരുന്നത്. ആദ്യം സീന് നമുക്കൊന്ന് നോക്കാം. 8 സീനിലൂടെയാണ് ഈ പഠ്യകഥ പുരോഗമിക്കുന്നത്. 8 സീനുകളുണ്ട് ഈ പാഠഭാഗത്തിന് എന്നും കൂടി മനസ്സിലാക്കുക. അതിലെ ആദ്യ സീനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്ക്. ഗോപുവിൻ്റെ വീടിൻ്റെ പുറത്തുള്ള ഒരു കച്ചി സടക്ക്, ടാറിടാത്ത റോഡ് അഥവാ പൊട്ടിപ്പൊളിഞ്ഞ മൺപാത എന്ന് പറയാം. മൺപാത, ടാറിടാത്ത ഒരു റോഡ്. ദോപഹർ കെ 2 ബജെ ഹെ. ഉച്ചക്ക് 2 മണി. ഇനി സീനിലേക്ക് കടക്കുകയാണ്, ദൃശ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക. പഹാടി ഇലാക്ക, दूर दूर तक फैले पहाड़ दिख रहे हैं. गरीबम 8-10 साल की उम्र के 3 बच्चे, गोबू, चुन्नी और लल्लू, कच्चे रास्ते पर खड़े हैं. गोबू देखने से ही बाकी दोनों पर हावी लगता है. वह ज़मीन पर चुका है और कुछ उठाने की कोशिश कर रहा है. उसके हाथ में मकोड़ा है. എന്താ പറയുന്നത് നോക്കൂ. നമ്മൾ പറഞ്ഞു ഗോപുവിൻ്റെ വീടിൻ്റെ പുറത്തുള്ള ഒരു മൺപാത, ഉച്ചക്ക് 2 മണി. പഹാടി ഇലാക്ക, ഒരു പർവ്വത മേഖല. ഇലാക്ക എന്ന് പറഞ്ഞാൽ മേഖല. ദൂർ ദൂർ തക്ക് ഫൈലെ പഹാഡ് ദിഖ് രഹേ ഹെ. വളരെ ദൂരത്ത് വ്യാപിച്ചിരിക്കുന്ന പർവ്വതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഗരീബൻ, ഏകദേശം 8-10 साल की उम्र के 3 बच्चे, 8-10 വയസ്സുള്ള 3 കുട്ടികൾ. ഗോപു, ചുന്നി, ലല്ലു. നമ്മുടെ കഥാപാത്രങ്ങളാണ് ആരൊക്കെ? ഗോപു, ചുന്നി, ലല്ലു. കച്ചേ രാസ്തേ പർ ഖടേ ഹെ. ഇവർ ആ മൺപാതയിൽ നിൽക്കുന്നുണ്ട്. ഗോപു ദേഖ്നെ സെ ബാക്കി ദോനോം പർ ഹാവി ലഗ്താ ഹെ. ഗോപു കാണുന്നതിൽ മറ്റു 2 കുട്ടികളിൽ നിന്ന് കുറച്ച് മുതിർന്നവനാണ്. വഹ് ജമീൻ പർ ചുക്കാ ഹെ. അവൻ ഭൂമിയിലേക്ക് കുനിഞ്ഞിട്ടുണ്ട്. കുച്ച് ഉഠാനെ കി കോശിഷ് കർ രഹാ ഹെ. എന്തോ എടുക്കാൻ വേണ്ടി
പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്കെ ഹാത്ത് മേ മക്കോട ഹെ, അവൻ്റെ കയ്യിൽ മക്കോടയുണ്ട്. എന്താ മക്കോട? മക്കോട എന്ന് പറഞ്ഞാൽ ചെറിയ പുഴു, കീടം, ചെറിയ പുഴുവുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ആ ദൃശ്യത്തിലൂടെ നമുക്ക് വരുൺ ഗ്രോവർ പറഞ്ഞു തരികയാണ്, പർവ്വത മേഖല, ദൂരത്ത് വ്യാപിച്ചു കിടക്കുന്ന പർവ്വതങ്ങൾ കാണുന്നുണ്ട്. 8-10 വയസ്സുള്ള 3 കുട്ടികൾ, ഗോപുവും ചുന്നിയും ലല്ലുവും. ഗോപു എന്ന ഈ കുട്ടി മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് സാമർത്ഥ്യക്കാരനാണ്, കുറച്ച് മുതിർന്ന ആളാണ്. അവൻ ഭൂമിയിലേക്ക് കുനിഞ്ഞിട്ടുണ്ട്, നിലത്തേക്ക് എന്തോ കുനിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി കോശിഷ് കർ രഹാ ഹെ. കോശിഷ് കർന എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കുന്നുണ്ട്. ഉസ്കെ ഹാത്ത് മേ മക്കോട ഹെ, അവൻ്റെ കയ്യിൽ എന്തുണ്ട്? മക്കോട അഥവാ ചെറിയൊരു പുഴുവുണ്ട്. ആ 3 കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗോപു പറയുന്ന രംഗത്തിലൂടെ നമ്മൾ ആ സംഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഗോപു പറയാണ്, ചുന്നിക്കോ മക്കോട പക്കടാത്തെ ഹുയെ. ഏലെ തെര പ്യാര മക്കോട അബ് കായിസ്കി കസം. എന്താ പറയുന്നത് നോക്കൂ. ചുന്നിക്കോ മക്കോട പക്കടാത്തെ ഹുയെ, ചുന്നിക്ക് ഈ പുഴുവിനെ നൽകിയിട്ട് പറയാണ്, ഏലെ തെര പ്യാര മക്കോട, ഇന്ന് നിന്റെ പ്രിയപ്പെട്ട പുഴു. അബ് കായിസ്കി കസം, ഇതിനെ പിടിച്ച് നീ സത്യം ചെയ്യേ. കസം എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ് അർത്ഥം. ഇതിനെ പിടിച്ച് നീ എന്ത് ചെയ്യൂ? സത്യം ചെയ്യ്. അപ്പോൾ ചുന്നി മുസ്കുരാക്കർ മക്കോട പക്കടത്തെ ഹുയെ, പുഞ്ചിരിച്ചുകൊണ്ട് ആ പുഴുവിനെ പിടിച്ചിട്ട്, ആ പുഴുവിനെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, ഞാനെങ്ങനെ സത്യം ചെയ്യാനാ, ഞാനെങ്ങനെ സത്യം ചെയ്യാനാ. അപ്പോൾ ഗോപു, അരേ ജേസ മാസ്റ്റർജി ബുൾവാത്തെ ഹേ, എന്നെ മാഷ് വിളിക്കാറില്ലേ എന്നിട്ട് പറയാറില്ല. ബോൾ പറയ്, മേ കസം കാത്തി ഹും, ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറയാറില്ലേ, അതുപോലെ നീ പറയേ. അപ്പോൾ ചുന്നി പറയാണ്, മേ കസം കാത്തി ഹും, ഞാൻ സത്യം ചെയ്യുന്നു. അഥവാ ഇവിടെ മാഷ് എന്ത് ചെയ്യുന്നുണ്ട്? സത്യം ചെയ്യിക്കലുണ്ട് ഇവരെ കൊണ്ട്. അതുപോലെ സത്യം ചെയ്യാനാണ് ഈ കുട്ടി ഗോപു ആരോട് പറയുന്നത്? ചുന്നിയോട് പറയുന്നത്. അപ്പോൾ ചുന്നി അത് ഏറ്റു പറയാണ്, മേ കസം കാത്തി ഹും, ഞാൻ സത്യം ചെയ്യുന്നു. അപ്പം ഗോപുവിൻ്റെ സത്യം ചെയ്യിക്കൽ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഗോപു പറയാണ്, എന്തെന്നാൽ നമുക്ക് മിണ്ടാതെ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാം. നമുക്ക് മിണ്ടാതെ ചുപ്കേസ്, ആരോടും പറയാതെ എന്ത് ചെയ്യുക? ദൂസരെ ഗാവ്, ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, ഗ്രാമത്തിലേക്ക് പോകാം. അപ്പം ചുന്നി പറയാണ്, നമുക്ക് മിണ്ടാതെ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാം, അടുത്ത ഗ്രാമത്തിലേക്ക് പോകാം. അപ്പോൾ ഗോപു വീണ്ടും പറയാണ്, നമുക്ക് മിണ്ടാതെ ടി വിയും കണ്ടിട്ട് വരാം. നമുക്ക് മിണ്ടാതെ മറ്റുള്ളവരോട് പറയാതെ ടി വിയും കണ്ടിട്ട് വരാം. അപ്പം ചുന്നി ഹംസി രോക്തേ ഹുയെ, ചിരി അടക്കി പിടിച്ചിട്ട്, ഇത് കണ്ട് കേട്ടപ്പോൾ കുട്ടിക്ക് ചിരി വന്നു. ചിരി അടക്കി പിടിച്ചിട്ട് പറയാണ്, നമുക്ക് മിണ്ടാതെ ടി വിയും കണ്ടിട്ട് വരാം. നമുക്ക് മിണ്ടാതെ ടി വിയും കണ്ടിട്ട് വരാം, മറ്റുള്ളവരോട് പറയാതെ. അഥവാ പതുങ്ങി അവരെന്ത് ചെയ്യാണ്? ടി വി അമ്മയോട് കൂടി പറയാതെ ടി വി കാണാൻ വേണ്ടിയിട്ട് പോകാനാണ് ആര്? ഗോപു ചുനിയെ കൊണ്ട് എന്ത് ചെയ്യുന്നത്? സത്യം ചെയ്യിക്കുന്നത്. അപ്പോൾ ഗോപു ഈ കാര്യം ആരോടും പറയരുത്, അമ്മയോട് കൂടി. ഈ കാര്യം എന്ത് ചെയ്ത്? കിസിക്കോ ബി നഹി ബത്തായെങ്കിൽ, ആരോടും പറയണ്ട. മാം കോബി നഹി, അമ്മയോട് കൂടി, അഥവാ അമ്മയോടും പറയണ്ട. അപ്പോൾ മൂന്നാമത്തെ കഥാപാത്രമായ ലല്ലു പറയുന്നത് നോക്കൂ. ബീച്ച് മേ ടോക്ക് കർ, ഇടയിൽ കയറിയിട്ട് എന്ന് പറഞ്ഞാൽ ഇടയിൽ നമ്മൾ സംസാരിക്കുന്ന സമയം ഇടയിൽ കയറി സംസാരിക്കില്ലേ, അങ്ങനെ സംസാരിച്ചിട്ട് പറയാണ്, അമ്മയോട് എങ്ങനെ പറയാനാ, അമ്മയാണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ലല്ലു പറഞ്ഞത്? മാം കോ കേസേ ബത്തായെങ്കിൽ, അമ്മയോട് എങ്ങനെ പറയാ? മാം തോ സോ രഹി ഹൈ, അമ്മ എന്ത് ചെയ്യാണല്ലോ? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, പിന്നെ എങ്ങനെ അമ്മയോട് പറയാം? ഗോപു हाँ माम तो सो रही है, अब मकोड़ा रख दे.
चुन्नी मकोड़ा रख देती है, हाथ झाड़ती है. हाँ माम तो सो रही है. അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കോട രക്തേ ആ മക്കോടനെ അവിടെ വെച്ചാളെ. പുഴുവിനെ അവിടെ രഖ് ദേ വെച്ച് കള. ചുന്നി മക്കോട രഖ് ദേത്തി ഹെ. ചുന്നി ആ പുഴുവിനെ അവിടെ വെക്കുന്നു. ഹാത്ത് ജാഡ്തി ഹെ, എന്നിട്ട് കൈ തുടക്കുന്നു. ജാഡ്ന എന്ന് പറഞ്ഞാൽ തുടക്ക, കൈ തുടക്കുന്നതിനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തുടക്കില്ലേ, അതിനാണ് ജാഡ്ന എന്ന് പറയുന്നത്. അപ്പോൾ ഗോപു ആകെ ബടാത്തെ ഹുയെ, മുന്നോട്ട് നടന്നിട്ട് പറയാണ്, എന്നാ പിന്നെ നടക്കൂ. തീൻ ബച്ചെ കച്ചി സടക്ക് പർ ആകെ ബഡ് ജാത്തി ഹെ. 3 കുട്ടികളും ആ മൺപാതയിലൂടെ അതാ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടുകൂടി ഒന്നാമത്തെ സീന് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ സീനിൽ എന്താണെന്ന് നോക്കാം. സീൻ 2. പഹാഡ് കി പകഡണ്ടി ദോപഹർ കെ 3 ബജെ ഹെ. പർവ്വത വഴി, പകഡണ്ടി എന്ന് പറഞ്ഞാൽ പർവ്വത വഴിക്കാണ് പറയുക, വഴി. ദോപഹർ കെ 3 ബജെ ഹെ, ഉച്ചക്ക് 3 മണി. അപ്പോൾ അവർ 2 മണിക്കാണ് തുടങ്ങിയത്. ഇപ്പോൾ എത്രയായി? ഉച്ചക്ക് 3 മണി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്? ഒരു ചാച്ചയുടെ, ഒരു അങ്കിളിൻ്റെ വീട്ടിലേക്ക്, മനോഹർ ചാച്ചയുടെ വീട്ടിലേക്കാണ് ഇവർ TV പിന്നെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ബച്ച മെഹനത്ത് സെ പഹാഡ് കി പകഡണ്ടി ചഡ് രഹേ ഹെ. കുട്ടികൾ വളരെ അധ്വാനിച്ച്, മെഹനത്ത് എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കുക, അധ്വാനിക്കുക എന്നർത്ഥം. പ്രയത്നിച്ചുകൊണ്ട്, മെഹനത്ത് അധ്വാനിച്ചുകൊണ്ട്, പഹാഡ് കി പകഡണ്ടി ചഡ് രഹേ ഹെ, ആ പർവ്വതത്തിൻ്റെ മൺപാത കയറിക്കൊണ്ടിരിക്കുകയാണ്, ആ വഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. സാമനെ വാലി ഏക് ചോട്ടി പർ TV ടവർ ദിഖ് രഹാ ഹെ. അടുത്തുള്ള ഒരു കുന്നിൽ TVയുടെ ടവർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് സീന്. അപ്പോൾ കുട്ടികൾ വളരെ പ്രയത്നത്തോടു കൂടിയിട്ട് ആ പർവ്വതത്തിൻ്റെ വഴി എന്ത് ചെയ്യുകയാണ്? കയറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഒരു TVയുടെ ടവർ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗോപു പറയാണ്, അപ്പോൾ ഗോപു പറയാണ്, ദേക്ക, കണ്ടോ, ഇതാണ് ആ ടവർ, ഇതിൽ നിന്ന് TV വരുന്നത്. അപ്പം ലല്ലു പറയുന്നത് നോക്കോ, എവിടെ വരണെന്ന് വെച്ചാ പറഞ്ഞു. എവിടെ വരുന്നത്? വരികയാണെങ്കിൽ പിന്നെ നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് എന്തിനാ പോണു? അഥവാ ഈ ടവറിൽ നിന്നാണ് നമ്മുടെ ഗ്രാമത്തിലേക്ക് TV എത്തുന്നത്, TVയുടെ സിഗ്നലുകൾ എത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ ലല്ലു പറയാണ്, എവിടെ വരുന്നത്? നമുക്ക് വരികയാണെങ്കിൽ, അഥവാ ഇവിടെ TV കിട്ടുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് എന്തിനാ പോകുന്നത്? അപ്പോൾ ഗോപു, ചുന്നി, ലല്ലു ഏകദം ലല്ലു ഹേ നാ. ചുന്നിയെ, ഈ ലല്ലു തികച്ചും ഒരു ലല്ലു ആണ്, ഒരു ചെറിയ കുട്ടിയെ പോലെയാണ്, ഒരു വിഡ്ഢിയെ പോലെയാണ്. ബാബാനെ ബതായാ താ കി, അച്ഛൻ പറഞ്ഞിട്ടില്ലേ, ഇസി ടവർ ദൂസരെ ഗാവ് മേ TV ആതാ ഹേ, ഈ ടവറിൽ നിന്ന് മറ്റു ഗ്രാമത്തിലേക്കാണ് TV കിട്ടുള്ളൂ എന്ന്. മറ്റൊരു ഗ്രാമത്തിലേക്കാണ് TV കിട്ടുള്ളൂ എന്ന്, അഥവാ TVയുടെ സിഗ്നൽ എത്തുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ക്യോംകി, എന്തുകൊണ്ടല്ല, ഹമാരാ ഗാവ് പഹാഡ് കെ ഇസ് തരഫ് ഹേ, നമ്മുടെ ഗ്രാമം പർവ്വതത്തിൻ്റെ ഇങ്ങേ ഭാഗത്താണെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ഹമാരാ മേ നഹി ആതാ ഹേ, നമ്മുടെ ഈ ഭാഗത്തേക്ക് കിട്ടില്ലെന്നും അച്ഛൻ പറഞ്ഞിട്ടില്ലേ? അഥവാ നമ്മുടെ ഈ ഭാഗത്തേക്ക് സിഗ്നൽ കിട്ടില്ലെന്നും ആര് പറഞ്ഞിട്ടില്ലേ? അച്ഛൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചുന്നിയെ വിളിച്ചുകൊണ്ട് ഗോപു പറയാണ്. എന്താ പറഞ്ഞത്? ചുന്നി, യഹ് ലല്ലു ഏകദം ലല്ലു ഹേന, ഈ ലല്ലു തികച്ചും ലല്ലു ആണല്ലേ, ഒരു മണ്ടനാണ് എന്ന രൂപത്തിൽ പറയുന്നത്. ചെറിയ കുട്ടിയാണ്, ഒന്നും അറിയാത്ത ആളാണ്. ബാബാനെ ബതായനാക്കി അച്ഛൻ പറഞ്ഞിരുന്നില്ലേ, ഇസി ടവർ സെ ദൂസര ഗാവ് മേ TV ആത്ത ഹേ, ഈ ടവറിൽ നിന്ന് മറ്റു ഗ്രാമങ്ങളിലേക്ക് TV ലഭിക്കുള്ളൂ എന്ന്. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ ഹമാര ഗാവ് പഹാഡ് കെ ഇസ് തരഫ് ഹേ, നമ്മുടെ ഗ്രാമം പർവ്വതത്തിൻ്റെ ഇങ്ങേ ഭാഗത്താണ്. ഹമാരേ മേ നഹി ആത്ത ഹേ, നമുക്ക് കിട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞിരുന്നില്ല. അപ്പം ചുന്നി പറയുന്ന നോക്കൂ, मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था,
എൻ്റെ അച്ഛനെ ബോക്സും ആൻറ്റിനൊക്കെ ഖരീദിലിയാതെ വാങ്ങിച്ചിരുന്നു. ഗരീദിന എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക. हमने ആൻറ്റിനെ को സബ് തരഫ് കുമായ ഞങ്ങൾ ആൻറ്റിനെ എന്ത് ചെയ്തു എല്ലാ ഭാഗത്തേക്കും ചുറ്റി നോക്കി. ഗുമാന എന്ന് പറഞ്ഞാൽ ചുറ്റി നോക്കി. पर टीवी पकड़ा ही नहीं, ना टीवी പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സിഗ്നല് കിട്ടുന്നില്ല. അപ്പോൾ ഗോപു പറയുന്നത് നോക്കൂ. टीवी तो जादू है, टीवी ഒരു ജാദുവാ, മാജിക്കാ. ജാദു എന്ന് പറഞ്ഞാൽ മാജിക്. ऐसा थोड़ा ही पकड़ेगा, അങ്ങനൊന്നും കിട്ടൂല. അങ്ങനെയൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കിട്ടില്ല. ഹായ് ക്യാ ചീസ് ഹൈ ടിവി, എന്തൊരു വസ്തുവാണ് ടി വി എന്നറിയോ? ടി വി ഒരു മഹാസംഭവമാണെന്നുള്ള രൂപത്തിൽ പറയുന്നത് എന്തൊരു ചീസ് ഹേ വസ്തുവാണ് ടി വി. ഗോപു ടി വി की यादों में खोया हुआ आगे बढ़ता है. ഗോപു ടി വിയുടെ ഓർമ്മകളിൽ മുഴുകിക്കൊണ്ട്, ഖോന എന്ന് പറഞ്ഞാൽ മുഴുകിക്കൊണ്ട്, യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മകളിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ബാക്കി ദോനോ ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹേ ഹേ. ബാക്കിയുള്ള രണ്ടാളും അഥവാ ചുന്നിയും ലല്ലുവും അവൻ്റെ പിന്നിലായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം.